എ.പി. ഉസ്താദിന് പോലും ഊർജം പകർന്നത് താജുൽ ഉലമയാണ്. 1989 സമസ്തയിലുണ്ടായ ഭാഗ്യകരമായ പിളർപ്പ്, പഴയകാലത്ത് ദൗർഭാഗ്യകരം എന്നാ പറയാ, ഇപ്പൊ നമ്മള് ഭാഗ്യകരമായ പിളർപ്പാണ്. ആ പിളർപ്പിന്റെ മുൻപന്തിയിൽ നിന്ന് മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് താജുൽ ഉലമയാണ്. ഇന്ന് കേരളത്തിലെ സുന്നികളെ ഒരു വിഭാഗം ഇ കെ, ഒരു വിഭാഗം എ.പി. ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എ.പി. ഉസ്താദിന്റെയും മുന്നേ സമസ്തയിൽ അന്ന് നടന്ന ചില രാഷ്ട്രീയമായ ഇടപെടലുകളെ തുടർന്ന് പാണ്ഡിത്യത്തിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ മുഷാവറയിൽ ഉണ്ടായപ്പോ ഈ കസേരയിൽ ഇനി ഞാൻ ഇരിക്കുന്നതിന് അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് മഹാനരായ താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് മുതഅല്ലിമീങ്ങൾക്ക് ഏറെ പഠിക്കാനും പകർത്താനും ഉണ്ട്. അല്ലാഹു മഹാനവറുകളോടൊത്ത് അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ നമ്മെയും നമ്മുടെ ഉസ്താദുമാരെയും കൂട്ടുകാരെയും അല്ലാഹു ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ. മഹാനരായ താജുൽ ഉലമ കൺകുളിർക്കെ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു ആക്കി തരട്ടെ. കേരളത്തിൽ ധാരാളം മതരാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ എല്ലാവരിൽ നിന്നും വ്യതിരക്തനാകുന്നത് ബഹുമാനപ്പെട്ടവർ ഒരേ സമയം സയ്യിദാണ്, ആലിമാണ്, മുദർരിസാണ്, ഖാളിയാണ്, പ്രഭാഷകനാണ്, ആത്മീയ നേതൃത്വമാണ്, ഭൗതിക നേതൃത്വവുമാണ്, അശരണർക്ക് അത്താണിയുമാണ്, എല്ലാമാണ്. എല്ലാത്തിനും താജുൽ ഉലമയുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണും. എല്ലാമാണ് ബഹുമുഖ പ്രതിഭയാണ് ബഹുമാനപ്പെട്ടവർ. മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയുടെ ഒരു പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ടവർ മുതഅല്ലിമായി ദർസിൽ ചേരാൻ വേണ്ടി ആദ്യമായി പോകുന്ന അനുഭവം വിശദീകരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ ദർസിലെത്തിയപ്പം ഉസ്താദ് ചോദിച്ച ഒരു ചോദ്യം, നിനക്ക് തങ്ങളോത്താണോ വേണ്ടത്, മൂല്യരോത്താണോ വേണ്ടത്? സയ്യിദ് അവർകൾ പല വേദികളിലും അനുസ്മരിച്ച ഒന്നാണത്. എന്ന് പറഞ്ഞാൽ തങ്ങളോത്ത് എന്ന് പറയുമ്പോൾ ബറക്കത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും ചില കിതാബുകളൊക്കെ ഓതി ബാക്കി അസ്മാവും തൽസമാത്തുകളൊക്കെ പഠിച്ചു രോഗികളെ ചികിത്സിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിച്ച് പിന്നീട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് തങ്ങളോത്ത് എന്ന് പറയാം. അത് തബറുക്കിനുള്ള ഓത്തേ ഉണ്ടാവുള്ളൂ. അതേസമയം മൗലവിരോത്ത് എന്ന് പറയുന്നത് അത് എടുത്ത പാഠം നന്നായി പഠിച്ച് സബക്കിൽ നിന്ന് ഉസ്താദ് എന്തെല്ലാമാണോ വിവരിച്ചത് അത് മുഴുവനും തിരിച്ചു പറയാൻ കഴിയുന്ന രൂപത്തിൽ നന്നായി പഠിച്ചു വളരുന്ന ഓത്തിനെയാണ് എന്ത് പറയാ, മൗലവിരോത്ത് എന്ന് പറയാം. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എനിക്ക് മൗലവിരോത്ത് എത്തിയാൽ മതി എന്നാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാണ് പിന്നീട് കേരളക്കരയിലെ മുസ്ലിം ലോകത്തിന്റെ ആത്മീയ നേതൃത്വമായി ബഹുമാനപ്പെട്ടവർ വളർന്നു പന്തലിച്ചത്. മഹാനവറുകൾ ബുഖാരി കബീലയാണ്. മഹാനവറുകളുടെ പേരെന്താണെന്നറിയോ? സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി.
കുഞ്ഞിക്കോയത്തങ്ങളെന്നും ചേർത്തി പറയും. പത്രഭാഷയിൽ പറയുക സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ എന്നാണ്. ബുഖാരി കബീല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ധാരാളം തങ്ങന്മാരുടെ കബീലകൾ ഉണ്ട്. ചില തങ്ങന്മാര് ബുഖാരികളാകും, ചില തങ്ങന്മാര് ബാലവികളാകും, ചിലർ ജീലാനികളാകും, ചിലർ ഷിഹാബ് കുടുംബത്തിലാകും, ചിലർ ബാഫഖി കുടുംബത്തിലാകും. പല സാദാത്തുക്കളുടെ കബീലയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ ഭൂരിഭാഗം കബീലകളും ബുഖാരി സാദാത്തുക്കളല്ലാത്ത മറ്റു ഭൂരിഭാഗം കബീലകളും വരുന്നത് യമനിലെ തരീമിൽ നിന്നാണ്. യമനിലേക്ക് എത്തിയത് ബസറയിൽ നിന്നാണ്. ബസറയിലേക്ക് എത്തിയത് മദീനയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളാണല്ലോ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ് തങ്ങളുടെ പെൺകുട്ടിയിലൂടെ കുടുംബം തലമുറകളായി അള്ളാഹു നിലനിർത്തി എന്നത്. വിശാലമായി പറയേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. തഫ്സീർ ഓതുന്ന കുട്ടികൾക്ക് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന ആയത്തിന്റെ തഫ്സീർ ഒന്ന് നോക്കിയാൽ അത് വിശാലമായി നമുക്ക് പഠിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ ഭർത്താവ് അഥവാ മുത്ത് റസൂലുള്ളാഹിന്റെ മരുമകൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെ സന്താന പരമ്പരകളാണ്. മഹാനവറുകളുടെ മകൻ കർബലായിൽ വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഇമാം അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. നഫായിസ് ഓതുന്ന കുട്ടികൾ ഷാഹിദ് ബൈത്തിൽ ബഹുമാനപ്പെട്ടവരുടെ മദ്ഹ് പാട്ട് പാടിയിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ടവരുടെ മകൻ ഇമാം മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ മകൻ ഇമാം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ മകൻ മുഹമ്മദ് അലിയുൽ ഉറൈലി റളിയല്ലാഹു അൻഹു. അവരുടെ ഒരു മകനുണ്ട്, ആ മകന്റെ പേര് അഹ്മദ് ബിൻ ഈസൽ മുഹാജിർ എന്നാണ്. അഹ്മദ് ബിൻ ഈസൽ മുഹാജിർ. ബഹുമാനപ്പെട്ടവർ ബസറയിലായിരുന്നു. ബസറയിൽ അന്നത്തെ മുജാഹിദും ജമാഅത്തും ഒക്കെയായ റാഫിലിയാക്കൾ, ബിദ്അത്തുകാർ, അവരുടെ ശല്യം രൂക്ഷമായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാഇനെയും സാധാരണക്കാരെയും കണ്ടിടത്ത് വെച്ച് ആക്രമിക്കുന്ന രൂക്ഷമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരുന്നു റാഫിലിയാക്കൾ. ആ റാഫിലിയാക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഈസൽ മുഹാജിർ തങ്ങൾ ബസറയിൽ നിന്ന് നാട് വിട്ടുപോയത്. സ്വന്തം കുടുംബവും കൂട്ടും ഒക്കെ ഒഴിവാക്കി ബഹുമാനപ്പെട്ടവർ നാട് വിട്ടു. പോകുന്നത് യമനിലേക്കാണ്. യമനിലെ തെരീം എന്ന പ്രദേശമാണ് ബഹുമാനപ്പെട്ടവരെത്തിയത്. ആ തെരീമിൽ പിന്നീട് ഒരുപാട് തങ്ങന്മാര്, അഹ്ലു ബൈത്ത് കുടുംബങ്ങൾ ധാരാളം വികസിച്ചു, വ്യാപിച്ചു. ആ തെരീമിൽ നിന്നാണ് പിന്നീട് കേരളത്തിലേക്ക് ബാലവി സാദാത്തുക്കളും ബാഫഖി സാദാത്തുക്കളും അതുപോലെ ഹൈദറൂസി, ശിഹാബ് തുടങ്ങിയ ധാരാളം കബീലകൾ വന്നത് അവിടെ നിന്നാണ്. അമ്പർത്ത തങ്ങൾ പാപ്പ അവർ തെരീമിൽ നിന്ന് വന്നവരാണ്. ഏകദേശ സാദാത്തുകൾ ഈ പറഞ്ഞ കബീലകളൊക്കെ തെരീമിൽ നിന്ന് വന്നവരാണ്. അതേസമയം ബുഖാരികൾ വന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിലെ ബുഖാറയിൽ നിന്നാണ് ബുഖാരി സാദാത്തുക്കൾ കേരളത്തിലേക്ക് വരുന്നത്. അവരിൽ തന്നെ, ആ ബുഖാരി സാദാത്തുക്കളിൽ തന്നെ ധാരാളം അഖ്താബുകളും അബ്ദാലുകളും അടങ്ങുന്ന ഔലിയാക്കളെ നമുക്ക് കാണാൻ പറ്റും. ഞാനതൊന്നും വിശദീകരിക്കുകയല്ല, സയ്യിദന്മാരുടെ ഒരു ചെറിയൊരു ചിത്രം കിട്ടാൻ വേണ്ടി ഒന്ന് ചുരുക്കി പറയണം. അതിലേറ്റവും പ്രഗത്ഭനാണ് ബഹുമാനപ്പെട്ട കണ്ണൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അഹ്മദ് മൗലൽ ബുഖാരി. അതേപോലെ നമ്മുടെ തൊട്ടടുത്ത് കിഴക്കേപ്പുറത്ത് മറപെട്ട് കിടക്കുന്ന സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു.
അവിടുത്തെ ഒരു പേരക്കുട്ടി നമ്മളെ ദർസിൽ നേരത്തെ ഉണ്ടായിരുന്നു. സൈനുൽ ആബിദീൻ തങ്ങളുടെ പേരക്കുട്ടികളിൽപ്പെട്ട വലിയ അസറുള്ള കുടുംബമാണത്. ഒത്തിരി രസികനായിരുന്നെങ്കിലും ആ കുടുംബം വലിയ അസറുള്ള കുടുംബം. കിഴക്കേപ്പുറം സാദാത്തുകൾ, അങ്ങനെ പ്രമുഖരായ പല സാദാത്തുക്കളും ഈ ബുഖാരി തങ്ങന്മാരുടെ സന്താന പരമ്പരയിൽ വന്നവരാണ്. ആ പരമ്പരയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ തങ്ങൾ പാപ്പയും ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവര് അവിടുത്തെ ഒരു ജ്യേഷ്ഠനും അടങ്ങുന്ന 2 മക്കളായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്നത്. മഹാനവറുകൾ നമ്മളെ തിരൂര് പറവണ്ണ ഉണ്ടായിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവകാല പണ്ഡിതന്മാരായ ധാരാളം ആലിമീങ്ങളുടെ ദർസിൽ പഠിച്ചവരാണ്. പറവണ്ണൊക്കെ അവിടുത്തെ ഉസ്താദുമാരിൽപ്പെട്ടവരാണ്. മഹാനരായ കണ്ണിയത്ത് ഉസ്താദ് അവിടുത്തെ ഉസ്താദാണ്. ഷംസുൽ ഉലമ അവിടുത്തെ ഉസ്താദാണ്. അങ്ങനെ പ്രമുഖരായ പല ഗുരുനാഥന്മാരുടെയും അടുത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഓതി പഠിച്ചിട്ടുണ്ട്. ഈ അടുത്ത് മഅദിനിൽ നിന്ന് പുറത്തിറക്കിയ താജുൽ ഉലമയുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ, പഴയ കാലത്ത് എൻകൗമിയ നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അത് ഇന്റർവ്യൂ നടന്നത്. അത് ഈ അടുത്ത് അത് പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ദർസ് പഠനകാലത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളെ നിങ്ങൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? സബക്കുകൾക്ക് നിങ്ങൾ എന്ത് പ്രാധാന്യമായിരുന്നു കൊടുത്തിരുന്നത്? ആ സമയത്ത് തങ്ങൾ അതിന് നൽകുന്ന മറുപടി, ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരൊറ്റ ക്ലാസും എൻ്റെ പഠനകാലത്ത് ഒഴിവായിട്ടില്ല. അതേസമയം അൽഫിയ ഓതുമ്പോൾ അൽഫിയയിലെ അസ്മാഉ സിത്തയിലെ 3 വരികളാണ് എനിക്ക് സബക്ക് നഷ്ടപ്പെട്ടു പോയത്. ആകെ 3 വരികളാണ് എൻ്റെ ദർസ് ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകൾ. അത് തന്നെയും അസ്മാഉ സിത്തയിലെ 3 വരികളാണ്. അവരുടെ വിജ്ഞാനത്തോടുള്ള ആർത്തിയാണ്, പഠനത്തിനോട് അവരുടെ ഇഖ്ലാസാണ് ഈ വാക്കിൽ മുഴച്ചു കാണുന്നത്. അങ്ങനെ നന്നായി പഠിച്ചതിൻ്റെ ഫലം ബഹുമാനപ്പെട്ടവർ ചെറുപ്രായത്തിൽ തന്നെ ഉന്നതമായ സ്ഥാനത്ത് എത്തുകയും ചെയ്തു. മഹാനായ ഉള്ളാൾ തങ്ങൾ പാപ്പ ദർസ് പഠനം കഴിഞ്ഞ്, അന്ന് നമ്മുടെ നാട്ടിലൊന്നും ഈ ഉപരിപഠനത്തിന് പോകാനുള്ള സംവിധാനങ്ങളില്ല. ആകെ പോകുന്നത് നമ്മളെ ബാക്കിയാത്തിലേക്കാണ്. അപ്പൊ ആരോ പറഞ്ഞു, ഷംസുൽ ഉലമ EK ഉസ്താദ് ബാക്കിയാത്തിൽ മുദർരിസാണ്, അവിടെ പോയാൽ EK ഉസ്താദിനെ സബക്കിൽ പങ്കെടുക്കാൻ പറ്റും എന്നറിഞ്ഞപ്പോ ഉള്ളാൾ തങ്ങൾ പാപ്പ നേരെ വണ്ടിയിലാണ് ബാക്കിയാത്തിലേക്ക് ഷംസുൽ ഉലമയുടെ ക്ലാസും തേടി ഉള്ളാൾ തങ്ങൾ പാപ്പ പോകുന്ന യാത്രയിലാണ് മഹാനവറുകൾ അറിയുന്നത് ഷംസുൽ ഉലമ ബാക്കിയാത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു അത്രേ. അന്ന് ഇന്നത്തേതുപോലെ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആളുകളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പരസ്പരം കൈമാറുക എന്നല്ലാതെ ഇക്കാലത്തേതുപോലെയുള്ള വാർത്താവിനിമയ സൗകര്യം ഇല്ല. അപ്പൊ ബാക്കിയാത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഷംസുൽ ഉലമ EK ഉസ്താദ് ബാക്കിയാത്തിൽ നിന്ന് പോന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ കേരളത്തിൽ തന്നെ ദർശനം നടത്തുകയാണ് എന്ന വിവരം അറിഞ്ഞപ്പോ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ ആ വിവരം അറിഞ്ഞപ്പോൾ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി. എന്നിട്ട് അടുത്ത വണ്ടിക്ക് നേരെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ പോന്നു. പിന്നീട് ധാരാളം കേരളത്തിൽ തന്നെ ഓതിപ്പടിച്ചു. പിന്നീട് ഒരു സനദ് വേണം എന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതും ബാക്കിയാത്തിലേക്ക് പോവുകയും അവിടെ ഷെയ്ഖ് ആദം ഹസ്രത്ത് അടക്കമുള്ള വലിയ പണ്ഡിതന്മാരുടെ ദർസിൽ പങ്കെടുക്കുകയും അങ്ങനെ ബാക്കവി ബിരുദം വാങ്ങി തിരിച്ചു പോരുകയും ചെയ്തു. കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരധികവും ബാക്കവിമാരാണ്. സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ബാക്കവിയാണ്. ഒരുപാട് പണ്ഡിതന്മാർ ബാക്കവിമാരാണ്.
കാരണം ആ കാലത്ത് വാക്കിയാത്താണ് ഒരു പഠനത്തിന് കേരളത്തിന് തൊട്ടടുത്ത് സൗകര്യമുള്ളത്. പിന്നെ ദുയൂബന്ദിൽ പോകണം, ഖാസിമി ബിരുദം കിട്ടും. ബഹുമാനപ്പെട്ട മഹീസുന്ന പന്മള ഉസ്താദ് ഒക്കെ അവിടെ പഠിച്ചവരാണ്. അങ്ങനെ മഹാനായ ഇ.കെ. ഉസ്താദ് ബാക്കിയാത്തിൽ നിന്ന് ബിരുദമൊക്കെ വാങ്ങി വന്ന് കല്യാണം നടന്ന ഒരു രസകരമായ കഥ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ തന്നെ അവതരിപ്പിക്കാറ് കാണാം. ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ ജ്യേഷ്ഠൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ എന്ന ജ്യേഷ്ഠന്റെ പേര്. ഇമ്പിച്ചിക്കോയത്തങ്ങൾക്ക് കല്യാണപ്രായമായപ്പോ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠന് വേണ്ടി വാപ്പ കല്യാണം അന്വേഷിച്ചു. അങ്ങനെ കണ്ണൂരുള്ള സാദാത്തുക്കളിൽപ്പെട്ട ഒരു സഹോദരിയെ ബീവിയെ ഈ ജ്യേഷ്ഠ സഹോദരനുമായി കല്യാണമൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ കല്യാണം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നു. കുടുംബങ്ങളിലൊക്കെ കല്യാണം പറഞ്ഞു, ആളുകളൊക്കെ ക്ഷണിച്ചു. എല്ലാം അതിൻ്റെ പാരമ്യതയിലെത്തി. നാളെ കല്യാണം ഇന്ന് കല്യാണം നടക്കുക. കുടുംബങ്ങൾ പല ആളുകളും നേരത്തെ തന്നെ വന്നു. ആ പണ്ഡിത കുടുംബം, സാദാത്ത് കുടുംബങ്ങൾ എല്ലായിടത്തു നിന്നും ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വീടും പരിസരവുമൊക്കെ ജനനിബിഡമായി കല്യാണത്തിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിക്കാഹിന്റെ സമയമായപ്പോ നിക്കാഹിന് പുതിയാപ്പിളയെ തെരഞ്ഞപ്പം പുതിയാപ്പിളിനെ കാണാനില്ല. പുതിയാപ്പിള മുങ്ങിക്ക. ഓ, അന്ന് അങ്ങനെയാണ്. ജനങ്ങളെ മുമ്പിൽ പുതിയാപ്പിളയായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു മടിയായി കണ്ടൊരു കാലം. മുടിയാളച്ചിലിന് പോത്തുകളെ കൊണ്ടുവരുമ്പോൾ തന്നെ രാത്രി സമയത്ത് ഭാര്യ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കാണും മണ്ടെന്ന് പുതിയാപ്പിളമാരുടെ ഒരു കാലമാണത്. മോശമാണ്. ആൾക്കാർ ഇപ്പം എന്താ വിചാരിച്ച ഈ പോത്തിനായിട്ട് വരുമ്പോൾ ഇതിപ്പോൾ എന്തൊക്കെ ഉണ്ടായത്, ആൾക്കാർ എന്തെങ്കിലും വിചാരിച്ചാൽ എന്താ പറയാ. അപ്പൊ അത് വിചാരിച്ച് നാണം തോന്നി. അങ്ങനത്തെ ആ ഒരു കാലമാണ്. ജ്യേഷ്ഠനെ കാണാനില്ല. കല്യാണത്തിന് ആളുകളൊക്കെ വന്ന് കാത്തിരിക്കുന്നു. നിക്കാഹിന് സമയമായി. പുതിയാപ്പിളയായ ജ്യേഷ്ഠനെ കാണാനില്ല. ഭാര്യ വീട്ടിൽ നിന്ന് കുടുംബമൊക്കെ നിക്കാഹിന് വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഒരു നിയോഗം വന്നോണം. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പക്ക് ആ നിക്കാഹിന്റെ വേദിയിൽ കൈ കൊടുക്കാനിരിക്കേണ്ടി വന്നു എന്ന് ഉള്ളാൾ തങ്ങൾ പാപ്പ. പക്ഷെ തങ്ങൾ പാപ്പ ഇത് അവതരിപ്പിക്കുക രസകരമായി അവതരിപ്പിക്കും. അപ്പൊ 16-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട്. മഹാനവറുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന നിലപാടുകളാണ്. ഇത്ര തീവ്രമായ നിലപാടുകൾ രൂപപ്പെടുത്താൻ സുന്നി കൈരളിയെ പരിശീലിപ്പിച്ചത് താജുൽ ഉലമയാണ്. ഒരു വേള സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന് പോലും ഊർജം പകർന്നത് താജുൽ ഉലമയാണ്. 1989 സമസ്തയിലുണ്ടായ ഭാഗ്യകരമായ പിളർപ്പ്, പഴയകാലത്ത് ദൗർഭാഗ്യകരം എന്നാ പറയാ, ഇപ്പൊ നമ്മള് ഭാഗ്യകരമായ പിളർപ്പാണ്. ആ പിളർപ്പിന്റെ മുൻപന്തിയിൽ നിന്ന് മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് താജുൽ ഉലമയാണ്. ഇന്ന് കേരളത്തിലെ സുന്നികളെ ഒരു വിഭാഗം ഇ.കെ., ഒരു വിഭാഗം എ.പി. ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എ.പി. ഉസ്താദിന്റെയും മുന്നേ സമസ്തയിൽ അന്ന് നടന്ന ചില രാഷ്ട്രീയമായ ഇടപെടലുകളെ തുടർന്ന് പാണ്ഡിത്യത്തിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ മുഷാവറയിൽ ഉണ്ടായപ്പോ ഈ കസേരയിൽ ഇനി ഞാൻ ഇരിക്കുന്നതിന് അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് ധൈര്യസമേതം എണീറ്റ് ഇറങ്ങി നടന്നത് മഹാനരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയാണ്. ഉള്ളാൾ തങ്ങൾ പാപ്പ ഇറങ്ങിപ്പോന്നപ്പോ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വലിയ ധൈര്യമായി. ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ ഒരു പ്രത്യേകത, മഹാനവറുകൾ 10-20 കൊല്ലത്തോളം മുഷാവറയിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്നവരാണ്. എങ്ങനെ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അധ്യക്ഷ പീഠത്തിലിരിക്കൽ ഉള്ളാൾ തങ്ങൾ പാപ്പയാണ്. ഉള്ളാൾ തങ്ങൾ പാപ്പയാകുന്ന ശിഷ്യൻ കൂടെ ഉണ്ടാകുമ്പോ ഗുരുനാഥനായ കണ്ണിയത്ത് ഉസ്താദ് മുമ്പിൽ നടക്കൂല. കണ്ണിയത്ത് ഉസ്താദ് പിറകിലും ശിഷ്യനാകുന്ന ഉള്ളാൾ തങ്ങൾ പാപ്പയെ മുമ്പിലും നിർത്തിയിട്ടാണ് ഏത് സദസ്സിലേക്കും അവർ കടന്നു വരിക. അവർക്കറിയാം ആരാണ് താജുൽ ഉലമ എന്ന്, എന്താണ് താജുൽ ഉലമയുടെ തഖ്വയും ഇഖ്ലാസും എന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള വലിയ ബഹുമാനവും ആദരവും കൽപ്പിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ.
EK ഉസ്താദും അങ്ങനെ തന്നെയാണ്. താജുൽ ഉലമയെ വലിയ ബഹുമാനവും ആദരവായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ചില രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ ഉണ്ടായപ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി എന്നത് മാറ്റിവെച്ചാൽ താജുൽ ഉലമ മഹാനാണെന്നും താജുൽ ഉലമ ആലിമാണെന്നും താജുൽ ഉലമ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നയാളാണെന്നും ഒരു തർക്കവും കേരളത്തിലെ ഉലമായിന് ഇല്ല. സമസ്തയിൽ 1989 താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനെ ഒരിക്കൽ ഒരു വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് താജുൽ ഉലമ തന്നെ അത് പറയുന്നുണ്ട്. ആര് പറഞ്ഞടാ AP ആണ് ഇറങ്ങിപ്പോന്നത്? ഞാനാണടാ ഇറങ്ങിപ്പോന്നത്. എൻ്റെ പിന്നാലെയല്ലേ മറ്റുള്ളവർ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് താജുൽ ഉലമ തന്നെ ഈ വിഷയം ഗൗരവത്തിൽ അനുസ്മരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആരെയും ദീന് പറയുന്നിടത്ത് ഒരു കൂശലുമില്ലാതെ ആരെയും ഭയക്കാതെ നിലപാട് പറയുന്നത് താജുൽ ഉലമയുടെ പ്രകൃതിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്കെതിരെ AP ഉസ്താദിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. 2004 നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2004 ജനിച്ചേക്കണമെന്ന് എനിക്കറിയില്ല. 2004 സാധുവായ ഞാൻ കുണ്ടുകാട് പഠിക്കണ സമയം. അന്ന് സുന്നി കൈരളിയെ രാഷ്ട്രീയ നെരിച്ചമർത്തിയിരുന്നൊരു കാലമായിരുന്നു. മഹാനായ ബദറുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കോണോമ്പാറയിൽ ദർസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ ഇടപെടലുകളെ കൊണ്ട് ആ മഹല്ലിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പുറത്താക്കി. അവസാനം ഗത്യന്തരമില്ലാതെ തൊട്ടപ്പുറത്തെ ഒരു ഒരു നിസ്കാര പള്ളിയിൽ ദർസ് തുടങ്ങിയ മഹാനരായ ഖലീൽ തങ്ങൾ പാപ്പയുടെ ദർസ് വിപുലമായപ്പോ ആ സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ വിഭാഗങ്ങൾ വിന്യസിച്ചപ്പോ മഅദിനിന് ഒരു സ്കൂൾ ആവശ്യമാണെന്ന് വന്നപ്പോ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ എല്ലാവിധ രേഖകളും കൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമുദായ പാർട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിക്കുകയാണ്. ആ പരിസരങ്ങളിൽ ഒരു വിദ്യാലയം ഇല്ലാത്തത് കൊണ്ട് എന്തുകൊണ്ടും അനുവദിക്കാൻ പറ്റാവുന്ന സ്ഥലത്ത് സ്കൂളിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോ അദ്ദേഹം സുൽത്താനുൽ ഉലമയുടെ പിറകിലുള്ള പ്രവർത്തകനാണെന്നതിന്റെ പേരിൽ മാത്രം ആ അപേക്ഷ കേരള നിയമസഭയിൽ നിന്ന് തള്ളുകയുണ്ടായി. ഖലീൽ തങ്ങൾ പാപ്പ ആകെ ടെൻഷൻ അടിച്ചു. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും നിയമത്തിന്റെ ആനുകൂല്യം ഉണ്ടായിട്ട് പോലും അധികാര രാഷ്ട്രീയത്തിന്റെ ധ്വംസനത്തിന്റെ മറവിൽ തന്റെ അപേക്ഷ വലിച്ചെറിയപ്പെട്ട വിവരം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അടുക്കൽ വന്ന് ഖലീൽ തങ്ങൾ പാപ്പ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ നെഞ്ചുവേദനിച്ചു. അന്ന് ബഹുമാനപ്പെട്ട SYSന്റെ ഗോൾഡൻ ജൂബിലി നടക്കുന്ന സമയമാണ്. SYSന്റെ ഗോൾഡൻ ജൂബിലി കോഴിക്കോട് കടപ്പുറത്ത് അതിന്റെ പൊതുസമ്മേളനം നടക്കുമ്പോ ആ പൊതുസമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു നിവർന്നു കിടക്കുന്ന സുന്നി കൈരളിയുടെ നിവർന്ന സദസ്. ആ സദസ്സിനെ ചൂണ്ടിയിട്ടാണ് അന്ന് അബൂദാബിയിലെ മതകാര ഉപദേഷ്ടാവായിരുന്ന അലിയുൽ ഹാഷിമി പറഞ്ഞത്, ഇത് 2 സമുദ്രമാണ്. ഒന്ന് കടൽ വെള്ളത്തിന്റെ സമുദ്രം, മറ്റേത് ജനസമുദ്രം എന്ന് പറഞ്ഞുകൊണ്ട് അലിയുൽ ഹാഷിമി അന്ന് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആ മഹാജനസമുദ്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അധികാര രാഷ്ട്രീയത്തിന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങൾ ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. രൂക്ഷമായിരുന്നു സയ്യിദ് അവറുകളുടെ ഭാഷ. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാര് അടിച്ചമർത്താൻ നോക്കിയാൽ നോക്കിക്കോ ഒരൊറ്റ എണ്ണത്തിനും വോട്ട് കിട്ടൂല അന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ ഒരു സ്ഥാപനവും ദർസൊക്കെ ആയി, അവിടെ ഒരു സ്കൂള് വേണമെന്ന് ചോദിച്ചപ്പോ സ്കൂള് കൊടുക്കൂല പോലും, എന്റെ ബാപ്പന്നടാ സ്കൂള് എന്ന് തുടങ്ങി രൂക്ഷമായ ഭാഷയിൽ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ സംസാരിച്ചു. ആ പ്രസംഗം കേട്ട് അന്ന് സുന്നി കൈരളി ചാടി തക്ബീർ വിളിച്ചു. തക്ബീർ വിളിച്ചപ്പോ തക്ബീർ വിളിക്കുന്ന ജനസമുദ്രത്തോട് ഉള്ളാൾ തങ്ങൾ പാപ്പ പറഞ്ഞു, തക്ബീർ വിളിച്ചാ പോരടാ, എലക്ഷൻ വരുമ്പോ കാണിച്ചു കൊടുക്കണം, ഒരൊറ്റൊന്നിനും വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ ജീവിതത്തിൽ ഇത്രമേൽ വികാരഭരിതമായി പ്രസംഗിച്ചത്
മറ്റൊരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിന്റെ ഫലം ഖൈറളി അനുഭവിച്ചു. അന്ന് വഹാബികളെ നിർത്തിയാൽ എന്തായാലും തകർക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും മഞ്ചേരി മണ്ഡലത്തിൽ വഹാബിയെ മുസ്ലിം ലീഗുകാർ അധിക സ്ഥാനാർത്ഥിയായി നിർത്തി, KPA മജീദിനെ. ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ TK ഹംസ എന്ന് പറയുന്ന ഒരാളെയും നിർത്തി. അയാൾ മുജാഹിദ് അല്ല പോലും, പറഞ്ഞാ അറിയില്ല. ഏതായാലും അന്ന് സുന്നി കൈരളി ഒന്നാകെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ ഇറങ്ങി. ഇക്കാലം അത്രയും ഇലക്ഷനുകളിൽ വോട്ട് ചെയ്യാൻ ഇറങ്ങാത്ത ബഹറുൽ ഉലൂം OK ഉസ്താദിന്റെ കുടുംബം പോലും ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുത്തി. മഞ്ചേരിയിൽ 2004 ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ ആ പൊന്നാപുരം കോട്ടയിലെ വഹാബിസത്തെ പത്തി വളർത്തി സുന്നി കൈരളിയുടെ വിജയമെന്ന് പത്രമാധ്യമങ്ങൾ പോലും കൊട്ടിഘോഷിച്ച രൂപത്തിൽ 4 ലക്ഷം വോട്ടിന്റെ അധികത്തിൽ എതിർ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അത് കാന്തപുരം ഇഫക്റ്റ് ആണെന്ന് മാധ്യമങ്ങൾ വിധി എഴുതി. ഞാൻ പറയുന്നത്, ആ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ ശേഷം ഒരു പൊതുസമ്മേളനത്തെ സംബോധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ താജുൽ ഉലമ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എന്തുണ്ടായടാ, സുന്നി പണ്ഡിതന്മാരെ നേരെ കുതിര കയറിയാൽ പാഠം പഠിപ്പിക്കും. ഇപ്പൊ കണ്ടോ മഞ്ചേരിയിൽ എന്താ ഉണ്ടായത്? മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്തടാ, മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്തു. അതിന്റെ വിജയമാ മഞ്ചേരിയിൽ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ബാബ പ്രസംഗിക്കുകയുണ്ടായി. ആരെയും ഭയക്കൂല. ആ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുണ്ട്, താജുൽ ഉലമയുണ്ട്. AP ഉസ്താദിനെ പത്രമീഡിയ പുറത്തിറങ്ങിയ മീഡിയക്കാർ പിന്നാലെ കൂടുന്നൊരു സമയമാണത്. എപ്പോൾ നോക്കിയാലും ഇന്റർവ്യൂവിനായിട്ട് ആളുകൾ മീഡിയക്കാർ മൈക്കും പിടിച്ച് പിന്നാലെ ഓടുന്ന ആ സമയത്ത് ഈ പൊതുസമ്മേളനത്തിൽ വന്നുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി AP ഉസ്താദ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉള്ളാളത്തെ പാപ്പ പ്രസംഗിക്കാൻ പഠിക്കണം നമ്മൾ. ആ പ്രസംഗത്തിൽ ഉള്ളാളത്തെ പാപ്പയുടെ ചില ഭാഷകളുണ്ട്. ഏത് AP ആയാലും വേണ്ടിയില്ല, കോപ്പി ആയാലും വേണ്ടിയില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ സദസ്സിലാണ് പ്രസംഗിക്കുന്നത്. AP ആയാലും വേണ്ടിയില്ല, കോപ്പി ആയാലും വേണ്ടിയില്ല. തഖ്വയിൽ നിന്ന് മാറാൻ പാടില്ല. നല്ല ഉപദേശങ്ങൾ നടത്തി. സദസ്സിങ്ങനെ ശ്വാസം പിടിച്ചു നിൽക്കുക. എന്താണ് ഈ പറയുന്നത്? ഇരിക്കുന്ന സദസ്സിലാണ്, തൊട്ടപ്പുറത്തെ കസേരയിൽ നിന്നാണ് താജുൽ ഉലമ പ്രസംഗിക്കുന്നത്. പലരും AP ഉസ്താദിനെ തെറ്റിക്കാൻ നോക്കണം, വേർക്കണുണ്ടോ എന്താവുക, ഒരു പിടുത്തം കിട്ടണില്ല. ഉസ്താദ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഉസ്താദിന് എങ്ങനെ ഇത് ഇനി ഉസ്താദ് പ്രസംഗിക്കാൻ കഴിയുമോ? എന്താവുക? സദസ്സാകെ ശ്വാസം പിടിച്ചിരുന്നു. ഉള്ളാളത്തെ തങ്ങൾ പാപ്പന്റെ പ്രസംഗം കഴിഞ്ഞ ഉസ്താദ് തങ്ങൾ പാപ്പയുടെ നിശബ്ദമായി. ഉടനെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മൈക്കിന്റെ മുമ്പിൽ വന്നു. സലാം പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു തുടങ്ങുകയാണ്, അൽഹംദുലില്ലാഹ്, സുന്നി കൈരളിക്ക് ഒരു നേതാവുണ്ട്. ആരെയും തെറ്റായ വഴിയിലേക്ക് തിരിയാതെ പിടിച്ചു നിർത്താൻ കഴിവുള്ള കെൽപ്പുറ്റ ഒരു നേതാവ് നമ്മൾക്കുണ്ട് എന്നതാണ് എന്നും നമ്മൾക്കുള്ള സന്തോഷം. ആ ഒരു നേതാവ് കൂടെയുള്ള ധൈര്യത്തിലാണ് വിനീതൻ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പ്രസംഗിച്ചപ്പോഴാണ് ആ ഒരു തെർബിയത്തിന്റെ മധുരം നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ താജുൽ ഉലമ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. താജുൽ ഉലമയുടെ പ്രസംഗ മേഖല വിശാലമായി പറയേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ദർസുമായി മഹാനരായ താജുൽ ഉലമക്ക് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ദർസ് പുത്തമ്പള്ളിയിലുള്ള സമയത്ത് നമ്മുടെ ദർസിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പൈശാചികമായ ഒരു രോഗം ബാധിച്ചു. പലർക്കും ആ ചരിത്രം അറിയുമായിരിക്കും. ആ പൈശാചികമായ രോഗത്തിൽ കിടന്ന ആ കുട്ടി എരിപൊരി കൊണ്ടു. ആ കുട്ടി സബക്കിൽ വന്നിരുന്നാൽ അസ്വസ്ഥമാവുകയാണ്, കിടന്നു വിറക്കും. ശരീക്കന്മാരുടെ അടുത്തിരുന്നാൽ പെട്ടെന്ന് ഇളകും. ആ കുട്ടിക്ക് വേണ്ടി സമാജത്തിന്റെ എല്ലാ ഫണ്ടും ചെലവഴിച്ച് ചികിത്സിച്ചു. ഈ പരിസരത്ത് ആ കുട്ടിയെ കാണിക്കാത്ത ഡോക്ടർമാരുണ്ടാവില്ല. എല്ലാ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയും നമ്മൾ കണ്ടു. ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടി പരാജയപ്പെട്ടു. അസ്മാ തൽസമത്തിന്റെ ചികിത്സ നടക്കുന്ന സയ്യിദന്മാരും ആലിമീങ്ങളെയും നമ്മൾ സമീപിച്ചു. വിദേശ സ്ഥലങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പാതിരാ സമയത്ത് വന്ന് ആ കുട്ടിയെ ചികിത്സിച്ചു. ക്യാൻറ്റീനിൽ നേരം വെളുക്കുവോളം നീണ്ട ചികിത്സകൾ നടന്നു. പക്ഷേ എല്ലാം നിഷ്ഫലമായി.
ചെറിയൊരു സമാധാനമുണ്ടാകും, വീണ്ടും അതിൻ്റെ അസ്വസ്ഥതകൾ പടരും. ആ കുട്ടിയുടെ സമീപത്ത് വെച്ച് അള്ളാഹു എന്ന പേര് ഒരാൾ ഉച്ചരിച്ചാൽ കുട്ടി അങ്ങ് വിറച്ചു വീഴും. ശരിക്കന്മാര് ആ പ്രായമാണല്ലോ, ചിലപ്പോൾ രസത്തിന് വേണ്ടി അള്ളാഹ് എന്നാണ് പറയും ചെയ്യും. ആ കുട്ടി പിടഞ്ഞങ്ങ് വീഴും. വീണാൽ പിന്നെയുള്ള പരിഹാരം എന്താണെന്നറിയോ? ആ കുട്ടി വീണ് പിടച്ചിൽ തുടങ്ങിയാൽ എല്ലാവരും കൂടെ പിടിച്ചിട്ട് കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കും, നിശബ്ദമാവും. ബാങ്ക് വിളിച്ചാൽ പിശാച് അമരുമെന്നതിന്റെ അനുഭവ സാക്ഷ്യമായിരുന്നു നമ്മുടെ ആ കുട്ടി. എത്ര പെടയുന്ന സമയത്തോ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചാൽ കുട്ടി നിശ്ചലമാകും. പക്ഷേ വീണ്ടും ഈ അസ്വസ്ഥത ആ കുട്ടിയെ ബാധിക്കും. സബക്കിലിരിക്കാൻ കഴിയൂല. സബക്കിൽ ഇപ്പൊ പഠിച്ചവനെ പറയാതിരിക്കാൻ പറ്റുമല്ലോ. സബക്കിൽ സബക്ക് ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ തന്നെയും അള്ളാഹു എന്ന് ഉച്ചരിച്ചു എന്നുള്ളത് അറിയില്ല. കുട്ടി പിടക്കുമ്പോഴാ ഞാൻ പറഞ്ഞു. അവസാനം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരാശങ്കയിലേക്ക് നമ്മളെത്തി. ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് പരിസരത്ത് എവിടെയോ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എന്തോ പേടിച്ചതാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ നാസർ ഹാജിയുടെ വീടിന്റെ കുടിയിരിക്കലിന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ വരുന്നു എന്ന വിവരം അറിയുന്നത്. ഉസ്താദ് ശൈഖുന പറഞ്ഞു, നമുക്ക് താജുൽ ഉലമയെ കുട്ടിയെ കാണിപ്പിക്കണം. ഇനി അതിനേക്കാൾ വലിയൊരു ചികിത്സ ഇനി വേറെ അല്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ മേൽമുറിയിൽ ഉണ്ടായിരുന്ന ഒരു ജീപ്പ് ബുക്ക് ചെയ്തു. ആ കുട്ടി പെടയുന്ന സമയത്ത് എല്ലാവരും കൂടി പിടിച്ചമർത്തിയതിന്റെ പേരിൽ കുട്ടി എല്ലുപൊട്ടി. അത്രയുമാണ് ഇളകുന്ന സമയത്ത് അവന്റെ ശക്തി. രാത്രി സമയത്ത് സുബഹിന്റെ മുമ്പ് ആ ജീപ്പ് ഇവിടെ വന്നു പുത്തമ്പള്ളിയുടെ മുമ്പിൽ. നമ്മുടെ കുട്ടികളെല്ലാവരും ചേർന്ന് ഈ കുഞ്ഞിനെ കൈയും കാലും പിടിച്ചമർത്തി ആ ജീപ്പിലേക്ക് കയറ്റി. അതൊരു സാഹസികതയായിരുന്നു. മഹാനരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ നാസർ ഹാജിയുടെ വീട്ടിലെത്തിയപ്പോ നമ്മളുടെ വാഹനവുമായിട്ട് നാസർ ഹാജിയുടെ ഗേറ്റിന്റെ സമീപത്തെത്തി. അങ്ങനെ ഈ കുട്ടിയെ ജീപ്പിൽ നിന്ന് ഇറക്കി നമ്മൾ ഉപ്പാപ്പ ഇരിക്കുന്ന റൂമിന്റെ സമീപത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോ മഹാനരായ താജുൽ ഉലമ മൂത്രപ്പുരയിൽ നിന്ന് വുളൂ ചെയ്ത് ഇങ്ങനെ കയറി വരിക. ആ റൂമിന്റെ തൊട്ടടുത്തുള്ള പുതിയ വീടാണല്ലോ. വുളൂ ചെയ്ത് റൂമിൽ നിന്ന് കയറി വരിക. അപ്പോഴാണ് ഈ കുട്ടിയെ പിടിച്ച് രണ്ടു ഭാഗത്തും നമ്മളെ കുട്ടികൾ പിടിച്ചിട്ട് ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോവാണ്. ഈ കുട്ടി ഇങ്ങനെ വിലങ്ങലിച്ച് നിൽക്കേണ്ട രണ്ടു ഭാഗത്തും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. താജുൽ ഉലമ ഒരൊറ്റ നോട്ടം ഇങ്ങനെ നോക്കി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, ഞാൻ റൂമിലുണ്ട്. എന്താണ് ഇത് എന്ന് താജുൽ ഉലമയോട് പറയേണ്ടി വന്നില്ല. ഒരൊറ്റ നോട്ടം. ആ നോട്ടം കൊണ്ട് നോക്കിയിട്ട് ആ ഒരു ഊത്ത് ആ കുട്ടി അവിടെ വീണു. മന്ത്രിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പോലും പറയേണ്ടി വന്നില്ല. ഒരു ദിക്ർ പോലും ചൊല്ലേണ്ടി വന്നില്ല. ഒരൊറ്റ ഊത്തിൽ ആ കുട്ടി അവിടെ വീണു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ്. 3 തവണ പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ്. അള്ളാഹുവിന്റെ ശത്രുയെ പുറത്തു പോടാൻ. പിശാചിനോടാ പറയണം. അതിൽ ആ കുട്ടി താജുൽ ഉലമയുടെ കാൽ ചുവട്ടിൽ കിടന്ന് 2-3 തവണ അങ്ങ് പടച്ചു. പിന്നീട് ഏതോ ലോകത്ത്, മായാ ലോകത്തിൽ നിന്ന് കണ്ണ് തുറക്കും പോലെ കുട്ടി ഇങ്ങനെ കണ്ണ് തുറന്നു, സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഒരൊറ്റ ഊത്തുകൊണ്ട് പിശാചിനെ തുരത്തി ഓടിച്ചു എന്നാ പറഞ്ഞു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ആര് അല്ലാഹുവിനെ പേടിച്ചുവോ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കുമെന്നാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന തഖ്വയുള്ള ഇഖ്ലാസുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഒന്ന് ഊതിയപ്പോൾ അക്കാലമത്രയും വിവിധങ്ങളായ ചികിത്സകൾ നടത്തി പരാജയപ്പെട്ട് പിശാചിന്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ കുട്ടി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ മരുന്ന് വേണ്ടി വന്നിട്ടില്ല, വേറൊരു ചികിത്സ വേണ്ടി വന്നിട്ടില്ല. ആ കുട്ടി പിന്നീട് സബക്കിലൊക്കെ പങ്കെടുക്കാൻ പറ്റാവുന്ന തരത്തിലേക്കായി. പിന്നീട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ആ കുട്ടിയെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതോടുകൂടെ പൂർണ്ണമായി ശമനമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, താജുൽ ഉലമയുടെ അവിടുത്തെ ആ തഖ്വയും അവിടുത്തെ ഇഖ്ലാസും അത് അക്കാലത്ത് സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമായി.
അറിവിന്റെ വിഷയത്തിൽ താജുൽ ഉലമ അഗ്രഗണ്യനാണ്. മദനി ബിരുദം നേടിയ അവിടുത്തെ ശിഷ്യന്മാരോട് ചോദിച്ചാൽ അറിയാം. മഹാനരായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു രചിച്ച ശാഫിഈ ഫിഖ്ഹിലെ സങ്കീർണമായ മസ്അലകളെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. 10 വാല്യങ്ങളിൽ ആ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ സബക്കിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ കിതാബ് നോക്കാതങ്ങനെ വായിക്കുമെന്നാണ്. തുഹ്ഫ കണ്ടവർക്കറിയാം അതിന്റെ ഇബാറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പേജിൽ മുബത്തദ മുകളിൽ വന്നാൽ ആ പേജിന്റെ അടിയിലായിരിക്കും ചിലപ്പോൾ അതിന്റെ ഖബർ ഉണ്ടാവുക. ഒരു പേജിൽ ഷർത്ത് വന്നാൽ ജവാബ് മറ്റൊരു പേജിലായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇത്രമേൽ സങ്കീർണമായ ഇബാറത്തുകളാണ് തുഹ്ഫയുടേത്. അറബി ഭാഷയെയും നഹവും സുർഫും നന്നായി പഠിച്ച ആളുകൾക്ക് തുഹ്ഫ മനസ്സിലാക്കാൻ എളുപ്പമാവുകയുള്ളൂ. ആ തുഹ്ഫ 10 വാല്യവും കാണാതെ പഠിച്ച് സബക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കാണാതെ ഇബാറത്ത് ഇങ്ങനെ വായിച്ച് ബഹുമാനപ്പെട്ടവരുടെ മസ്അല ഇങ്ങനെ ഹല്ല് ചെയ്യും. വല്ലാത്ത ഹിഫ്ളാണ് ബഹുമാനപ്പെട്ടവരുടെ. അത് മാത്രമല്ല, പ്രായം ചെന്ന വാർദ്ധക്യകാലത്ത് പോലും ഇൽമിനോടുള്ള ആ ആർത്തി. ബഹുമാനപ്പെട്ടവരുടെ കീഴിൽ കരുവന്തുരുത്തിയിൽ മുദർരിസുമാർക്കൊരു സബക്ക് ഉണ്ടായിരുന്നു. വിനീതനെ ഞാൻ പലപ്പോഴും ശൈഖുനായുടെ കൂടെ ആ സബക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉള്ളാളത്തെ പാപ്പ നേരൊക്കെ എണീക്കാൻ വയ്യാത്ത ആ ഒരു പ്രായമാണ്. ആ സമയത്തും ബഹുമാനപ്പെട്ടവർ നമ്മളെ അബ്ദുള്ള സുഹൈറിന്റെ മൂത്താപ്പ കുറ്റിപ്പുറം ബാഖവി ഉസ്താദാണ് ഇബാറത്ത് വായിച്ചു കൊടുക്കുക. പക്ഷെ ഉസ്താദ് വായിച്ചു കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ താജുൽ ഉലമ വായന തുടങ്ങും. കാണാതെ അങ്ങനെ പറയും. തസവുഫിന്റെ കിതാബാണ്. വല്ലാത്ത അറിവായിരുന്നു, ഇൽമായിരുന്നു, തഹ്ഖീഖായിരുന്നു താജുൽ ഉലമയുടെ. ചുരുക്കി പറഞ്ഞാൽ താജുൽ ഉലമക്ക് സമാനമായി താജുൽ ഉലമയെ ഉള്ളൂ. അത്രമേൽ തഖ്വയും ഇഖ്ലാസും എല്ലാം മേളിച്ചയായി. കാലുകൊണ്ട് നടക്കാൻ കഴിയില്ല, വലിയ അസ്വസ്ഥ ഉണ്ടായിരുന്നു. ആ കാലത്തും ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട പകര ഉസ്താദ് പറയുന്നുണ്ട്, ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവരുമ്പോൾ പാപ്പൻ്റെ കൂടെ നിസ്കരിക്കാമെന്ന് കരുതി 2 റക്അത്ത് നിസ്കരിച്ചു, ബാക്കി ഒരുമിച്ച് നിസ്കരിക്കാമെന്ന് കരുതി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് വിത്ർ 11 റക്അത്തും തങ്ങൾ പാപ്പ ളുഹ 8 റക്അത്തും തങ്ങൾ പാപ്പ നിസ്കാരം കഴിഞ്ഞു. വണ്ടിയിൽ യാത്രയാണെങ്കിലും എല്ലാ ദിവസവും ളുഹ പൂർണ്ണമായി നിസ്കരിക്കുന്നു. എല്ലാ ദിവസവും വിത്ർ 11 റക്അത്ത് നിസ്കരിക്കുന്നു. സുന്നത്തായ ഒരു ഇബാദത്തിനും കോട്ടമില്ലാതെ കൊണ്ടു നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ വലിയ പ്രചാരകനാണ്. ഏത് സദസ്സിലും ഉള്ളാളത്തെ പാപ്പ പ്രസംഗിക്കുകയാണെങ്കിൽ അവസാനം ആ സദസ്സിലുള്ള ആളുകൾക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാസത്ത് കൊടുക്കും. സ്വലാത്തു ദഖീറ എല്ലാ ദിവസവും 10 തവണ, വെള്ളിയാഴ്ച രാവിൽ 100 തവണ ചൊല്ലേണ്ട സ്വലാത്തു ദഖീറ. ആ സ്വലാത്തിന്റെ ഫളായിലും തങ്ങൾ തന്നെ പറയും, ഈ സ്വലാത്ത് ചൊല്ലി പതിവാക്കിയവൻ അവന്റെ മയ്യിത്ത് ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളെ കൊണ്ട് ആ മയ്യിത്തിനെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കും എന്ന് ഈ സ്വലാത്തിന്റെ ഫളായിലായി ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്. അങ്ങനെ ആ സ്വലാത്ത് ചൊല്ലി ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഇജാസത്ത് സ്വീകരിച്ച ആ സ്വലാത്തിനെ പതിവാക്കിയ 100,000 ആളുകൾ ചൊല്ലുന്നതിന്റെ പ്രതിഫലമൊക്കെ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ എട്ടിക്കുളത്ത് കിടക്കുക ബഹുമാനപ്പെട്ടവർ. ഇൽമിന്റെ ഫളായിൽ നമുക്കറിയാം. ഇനി ശിഷ്യ പരമ്പരകൾ എത്രമേൽ ഇൽമ് പറഞ്ഞാലും പഠിപ്പിച്ചാലും ചെയ്താലും അതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു വിഹിതം ബഹുമാനപ്പെട്ടവരുടെ ആ പരിശുദ്ധമായ ഹദറത്തിലേക്ക് എത്തും. അത് ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ മദദ് നമ്മൾക്ക് നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സകലമാന പ്രതിസന്ധികളെയും അതിജയിച്ച് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി നടന്നപ്പോ ആ കൂട്ടായ്മക്ക് ബലം നൽകി കേരളത്തിൽ നിന്ന് ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കായ സുന്നി പ്രവർത്തകന്മാരോട്, SSFകാരോട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ SSFന്റെ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. SSFകാരാ, ഇന്നി മഅക്കും വലൗ വഹ്ദി, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാളത്തപ്പാപ്പ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് പല ഉസ്താദുമാരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും SSFകാരുടെ ഊർജ്ജം അതാണ്.
അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ തണലിലായി അവിടുത്തെ പൊരുത്തത്തിലായി നാളെ സ്വർഗീയ ലോകത്ത് നമ്മയെല്ലാം ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.